വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു റൂം ക്ലീനിങ് ആണ്, പ്ലസ് റൂം ടൂറും. കുറച്ച് കമൻസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു റൂം ടൂർ ചെയ്യുമെന്ന്. അപ്പോൾ ഈ അവസ്ഥയാണ് എൻ്റെ റൂം. ആദ്യം നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്ന പോലെ നമ്മുടെ ജനലും കർട്ടനൊക്കെ ഒന്ന് നീക്കി വെക്കും. ഫസ്റ്റ് നമ്മളിതാ ഈ മേലത്തെ ഈ ഡ്രോയറാണ് വൃത്തിയാക്കാൻ പോകുന്നത്. കാരണം കുറേ കാലം ഇതിങ്ങനെ ചപ്പ് ചവറായിട്ട് കിടക്കണു, ഞാൻ ക്ലീൻ ആക്കലില്ല. അപ്പോൾ ആദ്യമേ തന്നെ തുടങ്ങാൻ വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ പുരാതന വസ്തുക്കളുണ്ട്. ഞാൻ ഈ കൊറോണ ടൈമിൽ ചെയ്ത ക്രാഫ്റ്റും സാധനങ്ങളും യൂസ് ചെയ്യാത്ത കുറേ സാധനങ്ങൾ, ഈ സാധനമൊക്കെ ഞാൻ കൊറോണ ടൈമിൽ ചെയ്തിട്ട് ഫ്രെയിം പോലെ. അങ്ങനെ ഈ ഒരു ഡോള് എൻ്റെ പണ്ട് ഒരു 1-2 വയസ്സുള്ളപ്പോഴത്തെ ഡോളാണ്. അങ്ങനെ കുറേ സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. ആദ്യം നമ്മളതൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു. ഈ പ്ലേറ്റിൻ്റെ ഏതോ ബർത്ത്ഡേക്ക് ഞാൻ കേക്ക് മുറിച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്, പക്ഷെ അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ കിട്ടി. ഇതൊക്കെ ഞാൻ കൊറോണ സമയത്ത് ഉണ്ടാക്കിയ ഓരോ സാധനങ്ങളാണ്. അങ്ങനെ നമ്മളതൊക്കെ എടുത്ത് അടിയത്തെ ടേബിളിൽ വെച്ചു. അതേപോലെ തന്നെ ഈ സ്റ്റിക്കറിൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഞാനിത് റൂമിലൊക്കെ ഒട്ടിക്കണം വിചാരിച്ചു, പക്ഷെ ഇപ്പോൾ വലുതായില്ലേ, അപ്പോൾ ഇനിയിപ്പോൾ എവിടെ ഒട്ടിക്കാനാ. അങ്ങനെ ഈ ഒരു കിച്ചൺ സെറ്റും ഗൾഫിൽ നിന്ന് വാങ്ങിയതാണ്. ഒക്കെ ഞാൻ വാശി പിടിച്ച് വാങ്ങിയ ഓരോ സാധനങ്ങളാണ്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ് യൂസ് ഇല്ലാതെ. അങ്ങനെ ന്യൂ ഇയർ ഒക്കെ വരില്ലേ, അപ്പോൾ റൂമ് കുറച്ച് വൃത്തിയിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ പകുതി എത്തിയപ്പോൾ നല്ലപോലെ മടുത്തു. കാരണം വാണ്ടിയതിലും ഉണ്ടാതെ ഒരു 10 ഇരുന്നാൽ മതി നേരെ തോന്നി. പക്ഷെ അങ്ങനെ തുടങ്ങിയാലേ എഴുതിയിട്ട് ഞാൻ ബാക്കിയും കൂടി എല്ലാ ഷെൽഫും വൃത്തിയാക്കി. അങ്ങനെ നമ്മൾ വലിയ ഷെൽഫിൻ്റെ ഉള്ളത്തെ സാധനങ്ങൾ പുറത്തെടുത്തപ്പോൾ ഇതേന്ന് നമ്മുടെ ടേബിളിൻ്റെ ഒരു അവസ്ഥ. ഇനി അത് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് റിലോഡ് ചെയ്യണം. അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് വൃത്തിയിലൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഒരു ഡ്രോയറിൽ മാത്രമേ വൃത്തിയിൽ വെച്ചിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തെ ഡ്രോയറിൽ ആദ്യത്തെ പോലെ തന്നെ കുത്തി കയറ്റി വെച്ച്, കാരണം ഒക്കെ തീരെ ക്ഷമല്ല. പിന്നെ ഈ ഒരു ഡപ്പിൽ ഫുള്ളിൻ്റെ പെയിൻറ്റ്സ് ആണ്. അപ്പോൾ ഞാനതൊക്കെ എടുത്തിട്ട് ഏതെങ്കിലും നല്ലതുണ്ടോ അങ്ങനെ തപ്പുന്നു. അപ്പോഴാണ് ഞാൻ ആ സത്യം അറിഞ്ഞത്, ഒന്നുപോലും നല്ല പെയിൻ്റ് ഇല്ല, ഒക്കെ കട്ട പിടിച്ചിരിക്കണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരു 2-3 വർഷം മുന്നത്തെ സാധനങ്ങളാണ്. പിന്നെ ഇതെടുത്ത് വലിച്ചെറിയാനും തോന്നണില്ല, പക്ഷെ ഒന്നിൽ പോലും നല്ല പെയിൻ്റ് ഇല്ല. അങ്ങനെ ഞാനതൊക്കെ അതേപോലെ തന്നെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ തട്ടിക്കളഞ്ഞു. ഒരു ഷെൽഫ് മാത്രമേ ഞാൻ കുറച്ച് മേനക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ ഷെൽഫിൽ ആദ്യത്തെ മാതിരി ഒക്കെ തട്ടിട്ടു. അങ്ങനെ അതിന് ശേഷം പിന്നെ അതിൻ്റെ അടിയത്തെ കുറച്ച് 4 ഡ്രോയേഴ്സ് ഉണ്ട്. ഡ്രോയേഴ്സ് അല്ല, ഷെൽഫുണ്ട്. അത് നോക്കിയപ്പോൾ അത് വലിയ കുഴപ്പമില്ല, വൃത്തിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ കുറച്ച് മനയിലൊക്കെ കിടക്കണം. അപ്പോൾ ഞാനത് അതേപോലെ തന്നെ അടച്ചു. പിന്നെയുള്ള ഈ ഒരു സാധനമാണ്, ഈ ഒരു ഡ്രോയറാണ് ഏറ്റവും കൂടുതൽ വൃത്തികേടായി കിടക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഞാൻ ഈ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പറ്റണ കുറേ കച്ചറ സാധനങ്ങളൊക്കെ വെച്ചിരിക്കണം. മയിൽപ്പീലൊക്കെ ഉണ്ട്, എന്തിനാന്നാവോ. അങ്ങനെ പിന്നെ അത് വൃത്തിയാക്കാൻ വിചാരിച്ചു. കുറേ പെട്ടികളൊക്കെ ഉണ്ട്. ആ സാധനം അങ്ങനെ പെട്ടി, അതുപോലെ തന്നെ എൻ്റെ ഐഫോൺ വാങ്ങിയപ്പോൾ അതിൻ്റെ കുറേ സാധനങ്ങൾ. പിന്നെ ഈ കാണുന്നതൊക്കെ പോളറൈറ്റ്സ് ആണ്. ഇത് പണ്ടെങ്ങാനും ഞാൻ വാങ്ങിയതാണ്. അതൊന്നും പോരായിട്ട് കുറേ ഡയറി മിൽക്കിൻ്റെ കളക്ഷനും ഉണ്ടായിരുന്നു. ഒരു 10-20 ഉണ്ടാവും. അപ്പോൾ ഞാൻ അതൊക്കെ പാടെ പെറുക്കി ഈ ഒരു ചെറിയ പൗച്ചുമാരി ഒരു സാധനം ഉണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫുള്ള് സെറ്റാക്കി വെച്ചു. അപ്പോൾ തന്നെ നമുക്കൊരു ഒതുക്കം തോന്നി. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ഡ്രോയർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നേരാക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാഴ്ച മുന്നേ നേരാക്കിയിട്ടുണ്ടാകും, പക്ഷേ ഇത് പിന്നെ വൃത്തിയേടാക്കണം. ഞാനൊരു സാധനം അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുമ്പോഴത്തേന് ബാക്കിയൊക്കെ വലിച്ചിടും. ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് പിന്നെ എത്ര നേരാക്കിയിട്ട് കാര്യമില്ല എന്നൊക്കെ അറിയാം, എന്നാലും ഒരു സമാധാനത്തിന് വേണ്ടി നേരാക്കാണ്. പിന്നെ അടുത്ത ഡ്രോയർ വന്നു. അതിലാണെങ്കിൽ ഫുള്ള് ചാർജർ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ, ചെറിയ ചെറിയ കളർ പെൻസിൽ, അങ്ങനത്തെ ആകെ വന്നിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഓറഞ്ച് ജ്യൂസ് കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേഗം എടുത്ത് കുടിച്ചു. ഒരു സമാധാനം ഉണ്ടായിരുന്നു, കാരണം ആകെ മടുത്തിരിക്കുന്നു. ഞാൻ അവിടെ വെച്ച് ക്ലീനിങ് നിർത്തി പോയാലാ വിചാരിച്ചു. പിന്നെ എന്തായാലും തുടങ്ങിപ്പോയി. അങ്ങനെ പിന്നെ ഒരു കണക്കിന് ഞാനൊന്ന് വൃത്തിയാക്കി എടുത്തു. പിന്നെ ടേബിളിൻ്റെ മുകളിൽ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു, അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഇങ്ങനെ 2 കുട്ടി ഷെൽഫുമാരൊരു സാധനം ഉണ്ടായിരുന്നു. അവിടെ ഞാനിതാ 2-3 ഫോട്ടോ ഫ്രെയിംസും പിന്നെ കുറച്ച് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചു. അങ്ങനെ ഫൈനലി നമ്മളെ ഈ ഡെസ്ക് കോർണർ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് വൃത്തിയൊക്കെ ഉണ്ട് കാണാൻ. അങ്ങനെ അടുത്ത നമ്മൾ ഈ ഒരു ഡ്രസ്സൊക്കെ വെക്കണ ഷെൽഫുമ്മക്ക് എത്തി. പക്ഷേ ഇത് ഞാൻ ഏതോ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു വൃത്തിയാക്കണത്. അതോട്ട് തന്നെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. പിന്നെ ഞാൻ ഓവറാക്കടൽ വിചാരിച്ചിട്ട് അത് അതേമാതിരി അടച്ചു വെച്ചു. പിന്നെ ഉള്ളത് നമ്മളെ കട്ടിൽ ബെഡൊക്കെ ആയിരുന്നു. അവിടെ തന്നെ കുറേ തുണികളും ആങ്കർ, അങ്ങനത്തെ കുറേ കച്ചറ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ 2 ദിവസമായിട്ട് ഇവിടെ അല്ല കിടക്കൽ. അതോട്ട് തന്നെ ഞാൻ ഇവിടുത്തെ ഓരോ സാധനങ്ങൾ എറിഞ്ഞു പോകലാണ് ഈ റൂമിക്ക്. അങ്ങനെ പിന്നെ ഞാനത് തലക്കിണിമ ഇതൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കവറൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഇട്ടു. പിന്നെ ബെഡ്ഷീറ്റ് നേരാക്കി, പുതപ്പ് നേരെ മടക്കി വെച്ചു. അങ്ങനെ അവസാനം ഇതാണ് നമ്മളെ റൂമിൻ്റെ ഒരു അവസ്ഥ കിടക്കണത്. ഇപ്പോൾ കുറച്ചൊക്കെ വൃത്തിയുണ്ട് കാണാൻ. പിന്നെ നമ്മൾ രാത്രി ആയപ്പോൾ കുറച്ചൊരു വൃത്തിയാക്കാൻ വിചാരിച്ചിട്ട് വന്നിട്ടോ. കാരണം എൻ്റെ ഈ ഒരു ബുക്ക് വെക്കണ ഷെൽഫ് സ്കൂൾ തുറക്കാൻ അതിനാകെ 1 ദിവസം കൂടി ഉള്ളൂ ബാക്കി. അപ്പോൾ ആ ബുക്ക് വെക്കണ സ്ഥലം ഒന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഓരോ ബുക്ക് അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു. അതിൽ വേണ്ടാത്ത കുറേ പേപ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു, എക്സാമിന് നമ്മൾ എടുത്തത്. അതൊക്കെ നമുക്ക് റാക്കിൻ്റെ
മുകൾക്ക് തട്ട വിചാരിച്ചിട്ട് അതൊക്കെ മാറ്റി വെച്ചു. അങ്ങനെ ഇപ്പോൾ ഒരു മേനയിലൊക്കെ ഉണ്ട് നമ്മൾ റൂം കാണാൻ. അങ്ങനെ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ഈ ഒരു കേക്ക്, പ്ലം കേക്ക് ക്രിസ്മസ് വൈബ് ഇട്ടാൻ വേണ്ടി ഞാൻ പോയി വാങ്ങിയതായിരുന്നു. അല്ല, സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഈ കേക്ക് കണ്ടപ്പോൾ അതും വാങ്ങി. അങ്ങനെ അത് കട്ട് ചെയ്ത് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. കുറച്ച് പേര് റൂം ടൂറൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ വീഡിയോ കിടക്കട്ടെ. എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.